നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 649th day. Today 8th sloka of Pradhama Skandam 5th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 649 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 8ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 8ാമത്തെ ശ്ലോകം. നാരദ ഉവാച ഭവതാനുദിതപ്രായം യശോ ഭഗവതോ മലം യേനൈവാസോ ന തുഷ്യേത മന്യേ തദ്ദർശനം ഖിലം. ഓം തത്സത്. ഭവതാനുദിതപ്രായം യശോ ഭഗവതോ മലം യേനൈവാസോ ന തുഷ്യേത മന്യേ തദ്ദർശനം ഖിലം. ഓം തത്സത്. ഭവത പദം പിരിക്കേണ്ടത് ഭവത അനുദിതപ്രായം യശോ ഭഗവത അമലം യേന അസൗ ന തുഷ്യത മന്യേ തത് ദർശനം അഖിലം ഖിലം. തദ്ദർശനം ഖിലം. മന്യേ ഞാൻ വിചാരിക്കുന്നു. തദ്ദർശനം എന്ന് പറഞ്ഞാൽ ദർശനം, ആ ദർശനം, അതുകൊണ്ട് അറിവ്. തദ്ദർശനം ഖിലം. ഖിലം എന്ന് പറഞ്ഞാൽ ന്യൂനം. കഴിഞ്ഞ ശ്ലോകത്തിൽ ന്യൂനം എന്ന് പറഞ്ഞു. ഇപ്പോൾ ആ ന്യൂനത്തെ തന്നെ ഖിലം എന്ന് പറയുകയാണ്. ന്യൂനമായിരിക്കുന്നു, കുറവായിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുക. അതായത് എന്ത് കുറവായിരിക്കുന്നു? ഭഗവാന്റെ അമലം. അമലം എന്ന് പറഞ്ഞാൽ കളങ്കമില്ലാത്തത്. അലം എന്ന് പറയുമ്പോൾ ഏറ്റവും ഉള്ള എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ഇവിടെ അമലം, കളങ്കമില്ലാത്ത. യശസ് ഭവത അങ്ങയാൽ അനുദിതപ്രായം പറയപ്പെടാത്തതുപോലെ ഇരിക്കുന്നു. ഏന അതുകൊണ്ട് അസൗ ഭഗവാൻ, ഈ ഭഗവാൻ, ഇവൻ ഭഗവാൻ അല്ലെങ്കിൽ ഈ ഭഗവാൻ ന തുഷ്യേത സന്തോഷിക്കുകയില്ല. തത് അതുകൊണ്ട് ദർശനം അറിവ്, എൻ്റെ അറിവിൽ ഖിലം ന്യൂനമായിരിക്കുന്നു. മന്യേ ഞാൻ വിചാരിക്കുന്നു. അതായത് ഭഗവാന്റെ അതിനിർമ്മലമായ കളങ്കമില്ലാത്തതായ പ്രവൃത്തി നിമിത്തമുള്ള യശസ്സിനെ പ്രധാനമായി വർണ്ണിക്കാത്തതുകൊണ്ട് അങ്ങയാൽ ആ ഭഗവാന്റെ യശസ്സിനെ, നിഷ്കളങ്കമായ യശസ്സിനെ പറയപ്പെടാത്തതുപോലെ കരുതണം. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ കീർത്തിയോട് കൂടാത്തതായ ധർമാദി പുരുഷ അർത്ഥങ്ങൾ ഭഗവാൻ സന്തോഷിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് അങ്ങയുടെ അറിവ് അപൂർണമെന്ന്, അല്ലെങ്കിൽ അറിവ് ന്യൂനമായിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു, ഞാൻ കരുതുന്നു. അതുകൊണ്ടായിരിക്കാം അവിടുന്ന് സന്തോഷമില്ലാത്തത് എന്ന് പറയുകയാണ്. ഭഗവത എന്ന് പറഞ്ഞാൽ ഭഗവാന്റെയാണ്. അമലം കളങ്കമില്ല. ഭഗവാന്റെ കളങ്കമില്ലാത്തതായ യശസ്സിനെ പ്രത്യേകമായി വർണ്ണിക്കാത്തത് കൊണ്ട് ധർമ്മ, അർത്ഥം, കാമം എല്ലാം ശോഭിക്കണമെങ്കിൽ, നമ്മുടെ അറിവ് ശോഭിക്കണമെങ്കിൽ ആ ഭഗവാനെ കീർത്തിക്കണം. ഭഗവാന്റെ അറിവില്ലാത്ത ഏതൊരു, ഭഗവാനെക്കുറിച്ച് ചിന്തയില്ലാത്ത, ഭഗവാനെ പ്രാർത്ഥിക്കാത്തതായിട്ടുള്ള അറിവെല്ലാം ഒന്നിനും കൊള്ളാത്തതാണെന്ന് ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ
അറിവിന് ആ ഭഗവാൻ അനുഗ്രഹം വേണം. ഭഗവാന്റെ ആ കീർത്തനത്തെ പ്രത്യേകമായിട്ട് പറയാണ്ട് എല്ലാ ധർമ്മ മറ്റുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം അവിടുന്ന് ഭഗവാനെ പറ്റി മാത്രം പൂർണ്ണമായും കീർത്തിക്കാത്തത് കൊണ്ടായിരിക്കാം അവിടുന്നിൻ്റെ അറിവിനെ അപൂർണമായിട്ട് അവിടുന്ന് ഒരു തൃപ്തി തോന്നാത്തത് എന്ന് ഞാൻ കരുതുന്നു എന്ന് നാരദർ വ്യാസഭഗവാന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് ഇവിടെ പറയുകയാണ്. നാരദ ഉവാച എന്ന് പറയാൻ മറന്നുപോയി എന്ന് തോന്നുന്നു. നാരദൻ പറഞ്ഞു, ഭഗവാന്റെ അറിവിനെ മാത്രം കീർത്തിക്കുന്ന മാതിരി അവിടുന്ന് ഒന്നും ചെയ്യാത്തത് കൊണ്ടായിരിക്കാം ഭഗവാൻ അതിൽ അങ്ങനെയുള്ള പ്രതിപാദനം കൊണ്ട് ഭഗവാൻ പ്രസാദിക്കുകയില്ല. അതുകൊണ്ടായിരിക്കാം അവിടുന്നൊരു തൃപ്തി തോന്നാത്തത് എന്ന് പറയുകയാണ്. ഭഗവാനെ കീർത്തിച്ചാൽ മാത്രമേ നമ്മുടെ എത്ര വലിയ അറിവും പൂർണ്ണമാവുകയുള്ളൂ എന്ന് നാരദരുടെ ഈ സംസാരത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനാവുന്നതാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. നാരദ ഉവാച ഭവദാനുദിതപ്രായം യശോ ഭഗവതോ മലം യേനൈവാസോ ന തുഷ്യേത മന്യേ തദ്ദർശനം ഖിലം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.